ഇതാണ് 5 മിനിറ്റ്. ഈ കാർ ആരുടെ? ദത്തൻ ചേട്ടൻ്റെ അടി ബ്രേക്ക് ശരിയാക്കാൻ വേണ്ടി തന്നാ. ഇതേ അച്ഛൻ്റെ ചൂടുവെള്ളത്തിൽ കളി കഴിക്കാൻ പറഞ്ഞാൽ മതി. എന്ത് പറ്റി മുഖത്തൊരു വൈക്ലബ്ദേ? ക്രിസ്റ്റിയെ കണ്ടിരുന്നോ? ഇല്ല, വിളിച്ചിരുന്നു. ഒരു വിളിക്ക് ഇത്ര ഇമ്പാക്റ്റാ? എടാ നിനക്ക് അവളുമായിട്ടുള്ള റിലേഷൻ അവസാനിപ്പിക്കാനല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ നടക്കുമെന്ന്? ഇത് വേറെ ആരും വരുത്തി വെച്ചതല്ലോ. ഞാനും അല്ല, അവളായിട്ട് തന്നെ പെടുത്തിയതല്ലേ. പെടാൻ നിന്ന് കൊടുത്തത് എന്തിനാ? കോളേജിൽ പഠിക്കുമ്പോഴേ നമുക്ക് അറിഞ്ഞൂടെ അവളുടെ സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞത്. അന്ന് പിന്നെ സ്നേഹത്തോടെയൊക്കെ തന്നപ്പം അത് തീർക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കിടന്നു പോകുന്നത്. ഇന്ന് പോണ്ടേ? പോകുന്ന വഴിയാ. ആര്? ക്രിസ്റ്റി. ഏത്? എന്തിന് വെറുതെ മൂട് കളയാന്? നീ ഇത് മതി അടുത്ത വഴക്ക്. ഓ, എനിക്കിതൊക്കെ ശീലമായി. നാളത്തേക്കല്ലേ ദത്തൻ ചേട്ടൻ വിളിച്ചിരിക്കുന്നത്. ഇതൊന്നും മനസ്സിൽ വെക്കാണ്ട് നന്നായി പോയി പെർഫോം ചെയ്തിട്ട്. നിന്നെ ഞാൻ പറഞ്ഞോ? വേണ്ട, ഞാൻ പൊക്കോളാം. ശരി എന്നാ. കിടന്ന് ചാവണ്ട, നിന്നെ കണ്ടിട്ടാ ഞാൻ പോവും. ഇവിടെ കഴിച്ചിട്ട് പോടാ. ആ ഇതൊന്നും ശരിയാവോ? അറിഞ്ഞൂടാ, നോക്കാം. ഇതിപ്പോ കൊറേ നാളായില്ലേ. ചേച്ചി വെറുതെ നെഗറ്റീവ് അടിക്കണ്ടേ. തോള് തന്നെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇന്നിപ്പോ കാണിക്കാൻ പോണോ? ഞാൻ പറഞ്ഞോ? വേണ്ട, ചേട്ടൻ വരൂ. ക്രിസ്റ്റിയാണോ നേരത്തെ വിളിച്ചേ? ചേച്ചി ഇറങ്ങണേ. എടാ നിനക്ക് അവളെ കണ്ടൊന്ന് പറഞ്ഞത് അവസാനിപ്പിച്ചൂടെ? ഇത് നിന്റെ കരുതി കോൺസെൻട്രേറ്റ് ചെയ്യ്. അങ്ങനെയൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ചേച്ചി. അതെന്താ? അവളാണോ? അല്ല, പിന്നെ ചേട്ടനെ. അതിനാണോ ഇത്ര എക്സ്പ്രഷൻ? അല്ല, ആ ഡയറക്ടർ എനിക്ക് നല്ല ടെൻഷൻ. ഞാൻ ഫോൺ എടുക്കും. ചേട്ടാ. ആടാ, നീ ഒരു 10 മണിയാകുമ്പോൾ എത്തുമല്ലോ അല്ലേ? ഞാനെത്തും. ഓക്കെ. പിന്നെ പെർഫോമൻസിന് എന്തെങ്കിലും സ്വന്തമായിട്ട് സാധനം സെറ്റ് ചെയ്തോണ്ട് പറഞ്ഞേ. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്യാം. ഒരു ലോഡ് സാധനം എൻ്റെ കയ്യിലുണ്ട്. കുറെ നാളായില്ലേ പരിപാടി തുടങ്ങിയിട്ട്. ചേട്ടാ, അത് ഡയറക്ടർക്ക് ഇഷ്ടമാവുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ശരി ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ക്രിസ്റ്റി വിളിച്ചിരുന്നല്ലേ? എങ്ങനെ മനസ്സിലായി? മുഖപ്രസാദം കണ്ടാ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടൊന്നുമല്ല. പൊന്നു മോനെ, നാക്കെടുത്ത് അവളെ എങ്ങനെ സംസാരിക്കാൻ നമുക്കറിഞ്ഞത്. മുന്നേ അവള് സാമ്പത്തികമായിട്ട് കുറെ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് കാണിക്കുന്നുണ്ട്. അത് വിട്. എത്ര മണിക്ക് അവിടെ എത്തണം? എവിടെ? ഓഡിഷൻ. അത് 10. സമയം കാണുമല്ലോ. പോകുന്നില്ലേ? നിനക്ക് ഡ്യൂട്ടി ഇല്ലേ? ദേ പോകുന്നു. ശരി എന്നാ. നിനക്ക് ഇവിടെ കാണാൻ സമയമുണ്ടല്ലേ? എന്റെ പൊന്നു ക്രിസ്റ്റി, ഇത് റോഡാണ്. ഞാൻ അവനോടാ സംസാരിക്കുന്നേ. നിന്റെ ആവശ്യം ഞങ്ങളുടെ ഇടയിലില്ല. നിന്നെ പുഴുങ്ങാതെ പോടി. എടാ ഞാൻ പോകുന്നേ. ഓ, എന്നാ വാലി തൂങ്ങി പൊക്കോ. എനിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. നീ എന്നെ ആദ്യം കാണണ്ട്. അവളെ കാണരുത്, സംസാരിക്കരുത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. എന്റെ ഫ്രണ്ടൊന്നും അല്ല. നിന്റെ ഫ്രണ്ട് ആവുകയും വേണ്ട. കഴിഞ്ഞ 28 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. എന്റെ ഇഷ്ടങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അങ്ങനെ നിനക്ക് വേണ്ടി അത് മാറ്റാനൊന്നും പറ്റത്തില്ല. ഓ, അവള് പറയുമ്പോ മാറാറുണ്ടല്ലോ. അത് അല്പത്തിൽ സ്നേഹത്തോടെ പറയണം, പെരുമാറണം. അപ്പൊ അവള് സ്നേഹത്തോടെ കിടന്നു തന്ന ഉഷാകല്ലേ? പെർഫോമൻസ് നന്നായിരുന്നു. നമുക്ക് നോക്കാൻ കേൾക്കാം. ഇത്രയൊന്നെങ്കിൽ വന്നേ, സാറിനൊന്ന് കാണും. അല്ല, ആശ കൊടുത്തിട്ട് അതില്ലാന്ന് പറഞ്ഞാൽ അല്പം തെറ്റിത്തരം കേട്ടോ. അയാള് തന്നെയാണ് ഈ ക്യാരക്ടർ തന്നെ വിളിക്കാൻ പറഞ്ഞത്. ഇപ്പൊ അതേ അയാൾ തന്നെ പറയാ പ്രൊഡ്യൂസർ ഏതാ ബന്ധം കൊടുക്കുന്നു. എനിക്കിത് കുത്തരിയൊന്നുമല്ല. അത് കേൾക്കുമ്പോൾ ഒരു സെക്കൻഡ് വിഷമം തോന്നുന്നൊക്കെ. ഇപ്പൊ അതൊക്കെ ശീലമായി. ഇത് ഇങ്ങനെയൊക്കെ അല്ലേ, അതൊക്കെ അറിയാവുന്നല്ലേ. മറ്റന്നാ ഷൂട്ട്, പേയ്മെന്റ് വരെ പറഞ്ഞ് സെറ്റാക്കി വെച്ച സീരിയലിൽ നിന്ന് എന്നെ പടകയെന്നും പറഞ്ഞെടുത്ത് മാറ്റി. അന്ന് തൂണും ചാരി ഞാനും നിൽക്കുന്നു. വേറെ വർക്ക് ആര് കന്നുള്ളത്? ആ പേരൊക്കെ മറന്നുപോയി. പൊക്കം കുറഞ്ഞിട്ട് റിക്ക് വെച്ചൊരു തെണ്ടി. പിന്നെ ഞാൻ ഒരു ഫോൺ കൊടുക്കുന്നില്ല. ഇപ്പം പഴയ പോലെ ഒന്നുമല്ല. വിഷമമൊന്നും വരുന്നില്ല. മനസ്സങ്ങ് വല്ലാണ്ട് കല്ലായി പോയി. എടാ നീ വിട്ടോ, ഒരു കോളോ ഞാൻ വിളിക്കാം. അല്ല, ഇങ്ങനത്തെ വിളിയാണെങ്കിൽ വേണ്ട. ഞാൻ വിളിക്കാടാ.
ഒരു ഫീലിങ്സ് ഇല്ലാത്ത നിന്നോടൊപ്പം റിലേഷൻ ഒന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ നാളെ 10 മണിക്ക് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച മുഴുവൻ കാശ് എനിക്ക് തിരിച്ചു കിട്ടണം. ഇല്ലേടാ. മന്ദാകിനി, നീ എവിടെയാണ്? ഇത് നാടകമായ സിനിമയുടെ കണ്ടു വന്നേനെ. നീ എടുത്തോ. മന്ദാകിനി. ആ അളിയ, ഒരു മിനിറ്റ്, നീ മേളിൽ ഞാനിപ്പോൾ വരാം. ആ മന്ദാകിനി. അളിയാ, നീ അപ്പോഴത്തേക്കും ഡയലോഗൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്ക്, ഞാൻ ഇപ്പോൾ വരാം. 2 മിനിറ്റ്. മന്ദാകിനി. വൈകിട്ട് എന്തെങ്കിലും നടപടിയാവൂടാ? ഈ പറഞ്ഞ അത്ര എമൗണ്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളത് ഞാൻ സെറ്റാക്കാം. കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആണെന്ന് ഉറപ്പാണോ? എന്തേ? അങ്ങനെയാണെങ്കിൽ നിന്റെ നല്ല കാലം തുടങ്ങി നടത്താം. അവളായിട്ട് നിർത്തിയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ തേപ്പായനെ. അതിപ്പോൾ അവളായിട്ട് നിർത്തിയാലും നീ തന്നെയാണ് തേപ്പ്. അതാണല്ലോ ഇവിടത്തെ കീഴ്വഴക്കം. ഇനി വെറുതെ സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട. പൗർണമി നിന്നെ കാണാറുണ്ടോ? ഉണ്ടെന്തേ? ഹേ, അവിടെ അടുത്ത് പറഞ്ഞോ? ഇല്ല, ഇന്ന് നേരിട്ടാണ്, അപ്പോൾ പറയാം. ആ അളിയാ, ആ. പിന്നെ നിന്നെ കാശ് ഞാൻ ഇട്ടിരിക്കാം. ആ പിന്നെ ഞാൻ താഴോട്ട് പോട്ടെ, അല്ലെങ്കിൽ ആ മന്ദാകിൻ്റെ അവിടെ കിടന്ന് പുഴുന്ന. ശരി. ആ ദത്തേടം താഴെ ഇരിപ്പുണ്ട്, നിന്നെ കാണണോ? ഇല്ല വേണ്ട. എന്ത് പരിപാടി? ഏതോ പ്രൊഡ്യൂസറായിട്ട് എന്തോ മീറ്റിംഗ് എന്തോ ആണ്. അല്ല, നടക്കും. ഞാൻ പിന്നെ കണ്ടോ? ശരി അളിയാ, ഓക്കെ. ശരി, ഓക്കെ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ തേഞ്ഞു. അസർ വിളിച്ചിരുന്നു. വിഷമമുണ്ടോ? എന്തിന്? നേരത്തെ പോയല്ലോ എന്നുള്ള നന്ദി പറച്ചില്ല. അവക്ക് വിഷമം ഉണ്ടാവാൻ സാധ്യത ഒരിക്കലും ഇല്ല. അവളിപ്പോ നാളെ കിട്ടാനുള്ള കാശിന്റെ കണക്കൂട്ടലാവും. അസർ ക്യാഷ് തന്നോ? അവന്റെ കയ്യിലുള്ളത് തന്നു, ബാക്കി നോക്കണം. നാളെ എന്താവുന്നു ഒരു പിടിയില്ല. വേറെന്തേലും വഴി? ഇനി അവളെ കണ്ണിപ്പെടാതെ നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ. അതിനും രക്ഷ ഉണ്ടാവില്ല. എളുപ്പിനാകുമ്പം അവള് വീട്ടിൽ വന്ന് നിൽക്കും. ഇതെന്താ അത്? എന്റെ കുറച്ച് ഓർമ്മ വാവ്, സിനിമയായിരുന്നു നല്ല ബെസ്റ്റ് ക്ലീഷയൊക്കെയുള്ള സീനാണ്. പക്ഷെ വേണ്ട മോളെ, ഇനിയും ബാധ്യത വരുത്തിരിക്കാൻ വയ്യ. അതെന്തായാലും നീ പേടിക്കണ്ട. ഇതെന്തായാലും ഞാൻ തിരിച്ചു വാങ്ങിക്കാൻ പോകത്തില്ല. പിന്നെ ഒരു മിനിറ്റേ. ആ ചേട്ടാ. എടാ പൊന്നു മോനെ, നമ്മൾ രക്ഷപ്പെട്ടടാ. പ്രൊഡ്യൂസർ സെറ്റായി. 3 മാസം കഴിഞ്ഞ് നമ്മുടെ പണം ഓണാവും. ആ എടാ, ഞാൻ വിളിക്കാവേ. ഓക്കെ. എടി, നമ്മുടെ ദത്താന്റെ പണം ഓണാവും. അയ്യോ, സോറി. പൗർണമി, സോറി. കുഴപ്പമില്ല. ഞാന് പെട്ടെന്ന് എക്സൈറ്റ്മെന്റിൽ. നീ എന്താ പറഞ്ഞേ? ആ ഇതെന്തായാലും ഞാൻ തിരിച്ചു വാങ്ങാൻ പോകുന്നില്ല. എങ്കിൽ പോട്ടെ. പിന്നെ ഇത് വെറും ക്ലീഷ സീൻ മാത്രല്ല, നല്ല റൊമാൻസ് തുടങ്ങാനും പറ്റിയ സീനാ.